ഇവര് കൊലപാതകളാ. നാട്ടുകാർ വലിയ രോഷത്തിലാണ്. ആ രോഷത്തിന് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസമാണ് അവരുടെ കൂടെ കാലമത്രയും ഉണ്ടായിരുന്ന അധ്വാനിയായ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, നേരത്തെ 45 വയസ്സുണ്ടായിരുന്ന രാധയെ അതിക്രൂരമായി കടുവ ആക്രമിച്ച് കൊന്നു തിന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. ആ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുകയാണ്. ബേസ് ക്യാമ്പിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 24 മണിക്കൂറായി കബളിപ്പിച്ച് കണ്ണിൽ പൊടിയിട്ട് നടന്നിട്ട് ജനങ്ങളെ കബളിപ്പിച്ച DFOന്റെ പേരില് കൊലക്കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത്. എന്താ ജനങ്ങളെ വിഡ്ഢികളാക്കാണ്. ഇന്നലെ പറഞ്ഞു കടുവേനെ വെടിവെച്ച് കൊല്ലുമെന്ന്. ഇന്നെന്താ പറയുന്നത്? ഇന്ന് അതിന് പറ്റൂല, അനുമതി വേണം, ഉത്തരവ് വേണം. എന്ത് ഉത്തരവ്? എവിടുന്നാണ് ഉത്തരവ്? ഈ മനുഷ്യന്മാരെ കൊല്ലാൻ നിങ്ങൾക്ക് ഉത്തരവൊന്നും വേണ്ട. മനുഷ്യന്മാരെ കൊല്ലു, എല്ലാരും കൂടെ വെടിവെച്ചാൽ കൊന്നളാ എന്നാ പ്രശ്നമില്ലല്ലോ. ഇതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. എന്ത് നടപടി വനം വകുപ്പ് സ്വീകരിക്കുമെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഉറപ്പ് കിട്ടണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ പ്രദേശത്ത് ഇതിനിടയിൽ ഒരു പട്ടിയെ ആക്രമിച്ച് പട്ടിയെ കാണാതാകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി ശബ്ദം കേട്ടതാണെന്ന് ഇവിടെയുള്ളൊരു സരസ്വതി എന്ന് പറയുന്ന ഇതിനടുത്തുള്ള ഒരു ചേച്ചിയാണ് പറയുന്നത്. അവർ പറഞ്ഞത് ഈ ഒരു അസാധാരണമായ ശബ്ദം ഇന്നലെ രാത്രി 11:30 കേട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ 3 പട്ടികളുണ്ടായിരുന്നു. ആ 3 പട്ടികളിൽ ഒരു പട്ടിയെ കാണാനില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് കടുവ ആക്രമിച്ചതാകും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് വീണ്ടും ഒരു പട്ടിയെ ആക്രമിച്ചു, പട്ടിയെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. സരസ്വതി പറഞ്ഞ തൊട്ടടുത്തുള്ള. അതെ, ഇവിടെ കടുവേന്റെ സാന്നിധ്യമുണ്ടെന്ന് വീണ്ടും വെളിവാകുകയാണ്. ഇപ്പൊ ഒരു പട്ടീനെ പിടിച്ചു എന്ന് പറയുന്നു. ആളുകൾ ഭീതിയിലാണ്. അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായി ഇതിനെ വെടിവെച്ച പോലുള്ള സമീപനം സ്വീകരിക്കണം. ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോഴും ഒരു മെല്ലെപ്പോക്ക് നയമാണ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നത്. എങ്ങനെയെങ്കിലും കൂട്ടിൽ കയറ്റി കൊണ്ടുപോകാമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ മേഖല ഇപ്പൊ തന്നെ ഈ തൊട്ടപ്പുറം ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് കടുവയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ പുല്ലരിഞ്ഞ് ഭാഗത്തുനിന്ന് ആൾക്കാർ വിളിക്കുകയാണ്. പേരിയ ഭാഗത്തുനിന്ന് കണ്ടു എന്ന് പറയുന്നു. ഫോറസ്റ്റ് ചില ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. വയനാടിന്റെ എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഭീകരമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് കേവലം 10 ലക്ഷം രൂപ കൊടുത്തിട്ട് മനുഷ്യജീവന് വില പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതിയാൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വയനാട്ടിലുണ്ടാകും. അതുകൊണ്ട് അടിയന്തരമായ ഇടപെടലാണ് ആവശ്യം. അതല്ലാതെ 10 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തില്ലേ എന്നുള്ള സമീപനമല്ല. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അതിഭീകരമായ സാഹചര്യം വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായ ഇടപെടൽ വേണമെന്ന് തന്നെയാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയുള്ളത്. ആളുകൾ ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിലാണ്. ഇതൊരു പ്രക്ഷോഭമായി അല്ല ആൾക്കാർ കാണുന്നത്. അവർക്ക് നാളെ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അതിനാവശ്യമായ സാഹചര്യം വേണം. അതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അതീവ ഗൗരവമായി എല്ലാവരും ഇതിനെ കാണണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രശ്നം നിയമപരമായ പല പരിമിതിയും വനംവകുപ്പിന്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം. നിയമപരമായ പരിമിതികൾ ഇല്ല എന്നല്ലേ DFO പറയുന്നത്. കൃത്യമായി വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ടെന്ന് തൊട്ടു മുമ്പ് നിങ്ങളടക്കം DFO പറഞ്ഞതല്ലേ. പിന്നെന്താണ്? നിയമപരമായി പരിമിതി മറികടന്നിരിക്കുന്നു. അപ്പൊ നിയമപരമായി നമുക്ക് സംരക്ഷണമുള്ള സമയത്ത് ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? അപ്പൊ നിയമപരമായ സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അത് തന്നെ DFO തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഫോറസ്റ്റ് അധികാരികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വെടിവെച്ച് കൊല്ലണം എന്നുള്ള തരത്തിലുള്ള ആവശ്യം തന്നെയാണ് ഇവിടുത്തെ ഈ ജനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഈ ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതിയിലാണ്.